ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് മറ്റൊരു പേരുണ്ടായിരുന്നു. ഒന്നാം ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ടായിരുന്നു. കൂടുതൽ വിറ്റഴിഞ്ഞ ധാന്യം ഗോതമ്പും പിന്നീട് നെല്ലുമാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ഗോതമ്പാണ്. ഹാരൂൺ ആൻഡ് ദി സീ ഓഫ് സ്റ്റോറീസ്, ഗോൾഡൻ ഹൗസ്, നേഷൻഹുഡ് ഇൻ അവർ ടൈംസ്, ഇതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ സൽമാൻ റുഷ്ദിയുടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. ഒത്തിരി കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് സീരീസ് നിങ്ങൾക്ക് എഴുതി തന്നായിരുന്നു. ഇനി അടുത്ത പരീക്ഷയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യനുകളാണ്. ഞാൻ ഡിഗ്രി ലെവലിനും പ്ലസ് ടു ലെവലും ഒക്കെ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. പഠിക്കുന്നോന്ന് അറിയുന്നോ, നല്ല രീതിയിൽ പഠിക്കോ, ഓരോരുത്തരോടും റിവിഷൻ നടത്തണേ. അത്യാവശ്യം വേണ്ടത് റിവിഷനാണ്. പഠിച്ചു പോകുന്നതിനൊന്നും നിങ്ങളോട് ഞാൻ ഒന്നും പറയുന്നില്ല, കറക്റ്റായിട്ട് പൊയ്ക്കോ. പക്ഷെ ആഴ്ചയിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് നേരം റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ആഴ്ചയിൽ തന്നെ ഓരോ ടോപ്പിക്കും റിവിഷൻ വെക്കണം. ഹിസ്റ്ററി കുറെ നാളായി എടുത്ത് കാണും, ചിലപ്പോൾ അത് നല്ല രീതി ഒന്നും കൂടെ 1905 മുതൽ 47 വരെ ഒന്ന് കവർ ചെയ്യണം. അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ 1857, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അങ്ങനെ ഓരോ 2 സെക്ഷൻ വീതം റിവിഷൻ നടത്തണം. അതുപോലെ ഭരണഘടനയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ റിവിഷനും പെർഫെക്ഷനും ഉണ്ടെങ്കിലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഭരണഘടനയിൽ മൗലികാവകാശം എല്ലാം കഴിഞ്ഞു, നിർദ്ദേശക തത്വം എല്ലാം കഴിഞ്ഞു എന്ന് ഏതൊരാൾക്കും പറയാം. പക്ഷെ ഹാളിൽ ചെല്ലുമ്പോൾ 4 ഓപ്ഷനോ അല്ലെങ്കിൽ 3 ഓപ്ഷനോ കാണുമ്പോൾ അയ്യോ ഇതായിരുന്നു അത്. അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു ഭാഗം പഠിക്കും. പിന്നെ മാക്സിമം കിട്ടുന്നിടത്തുനിന്ന് നോട്ടുകൾ കളക്ട് ചെയ്യുന്ന എപ്പോഴും നല്ല. ഒരു ബുക്കിനെ മാത്രം ഇങ്ങനെ ആശ്രയിച്ച് കുത്തിയിരിക്കരുത്. അപ്പൊ എവിടുന്നെങ്കിലും അതിന്റെ കിട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കണം. അപ്പൊ അതിൽ തന്നെ മലയാള രൂപത്തിൽ കുറേ കിടക്കുന്നതാണ് മൗലിക അവകാശത്തെ കുറിച്ചോ അല്ലെങ്കിൽ മൗലിക അവകാശം ഒന്ന് അടിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചതിലേക്ക് അഡീഷണൽ വല്ല നോട്ടും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി ചേർത്ത് അങ്ങനെയും പഠിച്ചു പോകും. അല്ലെങ്കിൽ വേറൊരു റാങ്ക് ഫയൽ, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ വേറൊരു റാങ്ക് ഫയൽ പഠിക്കും, നിങ്ങൾ റാങ്ക് ഫയൽ വേറൊരെണ്ണം പഠിക്കും. അല്ലെങ്കിൽ എൻട്രിയുടെ നോട്ട് പഠിക്കുന്നവരുണ്ട്, ചിലർ വേറെ നോട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ തമ്മിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ മെനക്കെടണ്ട, എനിക്ക് എന്നാൽ ഞാൻ വേറെയും കൂടെ പഠിക്കട്ടെ എന്നല്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് കിട്ടാം. പിന്നെ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗങ്ങളെല്ലാം കൂടുതൽ ചോദിക്കുന്നതല്ലോ. അതാണ് മെയിൻ ഒരു റാങ്ക് മേക്കിംഗ്. അല്ലെങ്കിൽ ഒരു കുട്ടി ലിസ്റ്റിലേക്ക് എത്തുന്നത് ആ കുട്ടി കുറെ വിലയിരുത്തലുകൾ നടത്തുമ്പോഴാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ കഴിഞ്ഞ LDCക്ക് ചോദിച്ചത്, കമ്പനി ബോർഡ് LGSന് ചോദിച്ചത്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചത്, അല്ലെങ്കിൽ 10th ലെവലും 12th ലെവലും ചോദ്യങ്ങളും, ഇങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ അതിലോട്ട് എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, മാക്സിമം പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ്. എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാമോ അതെല്ലാം കളക്ട് ചെയ്ത് റിവിഷൻ നടത്തി കയറി കൊണ്ടുവരിക. ഇനി വേറെ ആരെ ഇനി ചിന്തിക്കുകയേ ചെയ്യരുത്. പരീക്ഷ എത്തിക്കഴിഞ്ഞു, പരീക്ഷ എത്തി, അത് എൻ്റെ ആവശ്യമാണ്, പഠിച്ചാൽ കിട്ടും എന്നുള്ളത് എല്ലാം നമ്മളെ പോലുള്ളവരാണ് കയറുന്നത്. അതുകൊണ്ട് ഒരേ ചിന്തയിൽ മുന്നോട്ട് പോവുക, സന്തോഷത്തോടെ എല്ലാ ദിവസവും പഠിക്കുക. എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ചോദ്യത്തിൽ ഒന്നും അവിടെ പ്രസക്തി ഇല്ല. കാരണം അത്രമാത്രം ലെവലിൽ പഠിച്ചു പോകുന്ന പിള്ളേരുണ്ട്. നിങ്ങൾ അവിടെ ആലോചിച്ച് കുത്തിയിരിക്കുകയും വിഷമിച്ച് കുത്തിയിരിക്കുന്ന സമയത്ത്, പിന്നെ കുട്ടികളുടെ വെക്കേഷനാണ്, ഇനി പിള്ളേരുടെ പരീക്ഷയൊക്കെ ആയിരുന്നു, അതല്ലേ വെക്കേഷൻ, ഇനി നാട്ടിൽ പോകണം, ടൂറ് പോകണം, കറങ്ങാൻ പോകണം, ഇതൊക്കെ അടുത്ത പ്രാവശ്യം ആവാം. കുട്ടികൾക്ക് വേണം, ശരിയാണ്, വെക്കേഷനാണ്, കുറച്ച് നേരമൊക്കെ പോകണം. അതിൻ്റെതായ ഒരു ടൈം മാറ്റി വെക്കുക. ബാക്കിയുള്ളത് നിങ്ങളുടെ നല്ലൊരു ടൈമാണ്, അതിനുവേണ്ടി മാറ്റി വെക്കുക. ഈ പരീക്ഷകൾ പിന്നെ വിളിച്ചിട്ട് പിന്നെ വന്നിട്ടില്ല, സമയം ഒരിക്കലും പിടിച്ചാൽ കിട്ടത്തില്ലെന്നറിയാമോ. സമയങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത പരീക്ഷ വിളിച്ചു, റാങ്ക് ലിസ്റ്റ് വന്നാലോ അതോടനെ എടുക്കുമോ? നിങ്ങൾക്ക് 100 200 ഒക്കെ കിടക്കുകയാണെങ്കിൽ പിന്നെയും 1 വർഷം 2 വർഷം ഇങ്ങനെ താണ്ടണ്ടേ. അതുകൊണ്ട് ഏറ്റവും നല്ല റാങ്കിൽ ഇപ്പം തന്നെ അങ്ങ് എത്തിച്ചേരുക. അടുത്ത വർഷത്തിൽ സേഫ് സോണിലായിരിക്കണം. 2024 എഴുതിയ പരീക്ഷകളെല്ലാം 25 റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സേഫ് സോണിൽ നിങ്ങൾ എത്തിയിരിക്കണം. കിട്ടും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് നേടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, പക്ഷെ പഠിക്കുന്ന രീതി ശരിയാണോ എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക് ചെയ്യുമ്പോഴും മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മാർക്ക് കൂടുന്നോ അല്ലെങ്കിൽ മാർക്ക് പോകുന്നോ എന്ന് തനിയെ വിലയിരുത്തണം. എന്നിട്ട് എല്ലാം കൂടുതൽ കൊച്ചു ഭാഗങ്ങളുണ്ടല്ലോ, ചെറിയ അധ്യായങ്ങൾ പോലെ, ലോകായുക്ത, ലോക്പാൽ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചങ്ങ് പഠിക്കണം. ഉപദ്വീപിയൻ നദികളും അവയുടെ പ്രത്യേകതകളും അവയുടെ പോഷക നദികൾ ഇങ്ങനെയൊക്കെ പഠിക്കത്തില്ലേ. കേരളത്തിലെ അണക്കെട്ടുകൾ ഏത് നദികളാണ്, അല്ലെങ്കിൽ ഇരുമ്പുരക്ക് ശാലകൾ, തുറമുഖങ്ങൾ, ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് വേറെ സെക്ഷനാക്കി പഠിക്കുകയും ചെയ്യണം. ഇങ്ങനെയും കൂടെ കൊണ്ടുവരിക. മാക്സിമം പഠിക്കുക, വേറെ ഒന്നും നോക്കണ്ട, കിട്ടും, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇന്നത്തെ റാങ്ക് മേക്കിംഗ് സീരീസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഹരിത വിപ്ലവത്തിലെ താഴെ പറയുന്നതിൽ പ്രധാന ഘടകം അല്ലാത്തത് ഏത്? 5 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം കേട്ടോ. 2 ഹരിത വിപ്ലവത്തിലൂടെ ഉണ്ടായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം. വർദ്ധിച്ച ജലസേചന സൗകര്യം ഉപയോഗപ്പെടുത്തൽ. രാസവസ്തുക്കളുടെയും
കീടനാശിനികളുടെ ഉപയോഗം എത്തി, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം കിട്ടി, ട്രാക്ടർ, പമ്പ് സെറ്റുകൾ, ടില്ലറുകൾ മുതലായവയുടെ ഉപയോഗം, ഇതൊക്കെയായിരുന്നു. അപ്പൊ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം, വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തൽ, രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെ ഉപയോഗം, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം, ട്രാക്ടർ, പമ്പ് സെറ്റുകൾ, ടില്ലർ, ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ. എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ബേസിക് ഫാക്ട്സുകൾ പറഞ്ഞേ? ലോകത്ത് ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ലോകത്ത് ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മെക്സിക്കോയിലാണ്. അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് ആണ് അല്ലെ ലോകത്ത് ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ലോകത്ത് ഗോതമ്പിനല്ലേ പ്രാധാന്യം കൊടുത്തിരുന്നത്? അപ്പൊ ലോകത്ത് ഗോതമ്പിനാണ്, മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് തന്നെ വിളിക്കുന്നത്. ഏഷ്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് വിളിക്കുന്നത് തന്നെ ഫിലിപ്പൈൻസ്. നമ്മളല്ലാതെ തന്നെ ഫിലിപ്പൈൻസിലെ മനിലയൊക്കെ പഠിച്ചിട്ടില്ലേ? ഫിലിപ്പൈൻസിലെ മനില എന്താണ്? ഈ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഫിലിപ്പൈൻസിലെ മനില പറയാറുണ്ട്. അതുപോലെ ഹരിത വിപ്ലവത്തിൽ ഏഷ്യയുടെ ഗേഹം ഏതാണ്? ഹരിത വിപ്ലവത്തിൽ ഏഷ്യയുടെ ഗേഹം ഫിലിപ്പൈൻസ്. ലോകത്ത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഇന്ത്യയിൽ എവിടൊക്കെയാണ് ഹരിത വിപ്ലവത്തിന് പ്രധാനം? പഞ്ചാബ്, ഏറ്റവും പ്രധാനം പഞ്ചാബാണ്. പിന്നെ ഹരിയാന, ഉത്തർപ്രദേശ് മേഖലകളിലും ഹരിത വിപ്ലവം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിറ്റഴിഞ്ഞ ധാന്യം ഗോതമ്പും പിന്നീട് നെല്ലുമാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ഗോതമ്പാണ്, പിന്നീട് ഏതാണ്? നെല്ല്. കൂടുതൽ വിറ്റഴിഞ്ഞ നാണ്യവില അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച നാണ്യവില എന്ന് പറഞ്ഞാൽ കരിമ്പാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ചോദിച്ചാൽ ഗോതമ്പ്, നാണ്യവിള ചോദിച്ചാൽ കരിമ്പാണ് നമ്മൾ പറയേണ്ടത്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ്. ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോങ് ആണ്. ബോർയോങ് അല്ല, ബോർലോങ്. നോർമൻ ബോർലോങ് ആണ് അമേരിക്കക്കാരൻ. 1944 കാലഘട്ടത്തിലാണ് ഇത് ഹരിത വിപ്ലവം ആരംഭിച്ചു തുടങ്ങുന്നത്. അന്ന് അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് ആണ് എന്താണ് സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ഇദ്ദേഹമാണ്. കണ്ട ഒരു വെറൈറ്റി ഇല്ലേ? സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നമ്മുടെ നോർമൻ ബോർലോഗ്. അമേരിക്കക്കാരനാണ്, പക്ഷെ മെക്സിക്കോയിലാണ് പ്രവർത്തനങ്ങൾ. ഇന്ത്യയിലെ പിതാവാര? നമ്മുടെ MS സ്വാമിനാഥൻ, തമിഴ്നാട് കുംഭകോണംകാരൻ അല്ലെ. ഈ ഇടയ്ക്ക് മരിച്ചില്ലായിരുന്നു MS സ്വാമിനാഥൻ? സെപ്റ്റംബർ 28, 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചായിരുന്നു അല്ലെ. MS സ്വാമിനാഥൻ എവിടെയാണ് ജനിച്ചത്? തമിഴ്നാട് കുംഭകോണത്താണ്. MS സ്വാമിനാഥന്റെ മൊത്ത പേര് അറിയാമോ? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നല്ലേ പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാന്നറിയാമോ? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ MB സിംഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ നായകൻ MB സിംഗ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് വില്യം ഗൗഡ് ആണ് അല്ലെ. വില്യം ഗൗഡ്. ഹരിത വിപ്ലവ സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി C സുബ്രഹ്മണ്യമാണ്. ഹരിത വിപ്ലവ സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി ആരാണ്? C സുബ്രഹ്മണ്യം. അപ്പൊ ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് വിളിക്കുന്നത് ഡോക്ടർ MB സിംഗ്. ഹരിത വിപ്ലവം എന്ന പദം വില്യം ഗൗഡ്. ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ്? C സുബ്രഹ്മണ്യമാണ്. അടുത്ത നോക്കെ, ഹരിത വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചതെന്ന് വെച്ചിട്ടുണ്ട്? 3-ാം പഞ്ചവത്സര പദ്ധതിയിൽ തുടക്കമിടെങ്കിലും പ്രവർത്തനമല്ല നടന്നു തുടങ്ങിയത് 1967-68 പ്ലാൻ ഹോളിഡേയിലാണ് അല്ലെ. 3-ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ ഹോളിഡേ ആണല്ലോ വന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം കൂടുതൽ വ്യാപിച്ചത്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. 1-ാം കാലഘട്ടം ഏത്, 2-ാം കാലഘട്ടം ഏത്? ഹരിത വിപ്ലവത്തിന്റെ 1-ാം കാലഘട്ടം ഏത്, 2-ാം കാലഘട്ടം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ 1-ാം കാലഘട്ടം തെറ്റിപ്പോരുത്. 1960-ന്റെ പകുതി മുതൽ 70-ന്റെ പകുതി വരെയും 2-ാം കാലഘട്ടം എന്ന് പറയുന്നത് 70-ന്റെ പകുതി മുതൽ 80-ന്റെ പകുതി വരെയാണ്. അപ്പൊ 1960-ന്റെ പകുതി മുതൽ 70-ന്റെ പകുതി വരെയും 70-ന്റെ പകുതി മുതൽ 80-ന്റെ പകുതി വരെയും എന്തായിരുന്നത്? ഹരിത വിപ്ലവത്തിന്റെ 2 കാലഘട്ടങ്ങളായിരുന്നു. കാർഷിക മേഖലയിലെ പ്രധാന അവാർഡ് നമ്മുടെ നോർമൻ ബോർലോഗിന്റെ പേരിലാണ്. കാർഷിക മേഖലയിലെ പ്രധാന അവാർഡ് നോർമൻ ബോർലോഗ് ആണ്. സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ്. പ്രഥമ ഭക്ഷ്യ കാർഷിക പുരസ്കാരം ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇത് ആദ്യമായി ലഭിച്ചത് നമ്മുടെ ഇന്ത്യക്കാരനാണ്. പ്രഥമ ലോക ഭക്ഷ്യ കാർഷിക പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ ഇന്ത്യക്കാരനായ MS സ്വാമിനാഥൻ 1987. നല്ലൊരു ക്വസ്റ്റ്യൻ. 1987 MS സ്വാമിനാഥന് പ്രഥമ ഭക്ഷ്യ കാർഷിക പുരസ്കാരം ലഭിച്ചത്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈയിലാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. നമ്മളെ കൽപ്പറ്റയിലും അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്.
എസ് സ്വാമിനാഥൻ വയനാട് കൽപ്പറ്റയിലും ഉണ്ട് കേട്ടോ. എസ് സ്വാമിനാഥൻ റിസർച്ച് സ്റ്റേഷൻ വയനാട് കൽപ്പറ്റയിലുണ്ട്. എസ് സ്വാമിനാഥന്റെ മൊത്ത പേര് കണ്ടോ, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ്. ഇദ്ദേഹം ജനിച്ചത് 1925 ഓഗസ്റ്റ് 7-നും മരിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. അപ്പം എസ് സ്വാമിനാഥൻ ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണമാണ്. മൊത്ത പേരെന്താണ്? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ്. ജനനം 1925 ഓഗസ്റ്റ് 7, മരണം 2023 സെപ്റ്റംബർ 28. ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു അതല്ലേ, ഇത് ചോദിച്ചു. ഇത് ജനിച്ചത് ഓക്കെ, അപ്പം മരിച്ചതും ഒന്ന് പഠിച്ചേക്കണം. ഇദ്ദേഹത്തിന്റെ തറവാട് നമ്മളെ കേരളത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പുളിങ്കുന്ന് മുളിങ്കുന്നിലെ മങ്കൊമ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ തറവാട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മാക്സേസെ അവാർഡ് 1971 ലഭിച്ചു അല്ലെ. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരമല്ലേ മാക്സേസെ, ഏഷ്യയുടെ നോബൽ സമ്മാനം. ഫിലിപ്പൈൻസ് സർക്കാരാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. ഏതാ മാക്സേസെ അവാർഡ് ലഭിക്കുന്നത്? മാക്സേസെ അവാർഡ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരനാണ് ലഭിക്കുന്നത്, നമ്മുടെ വിനോബ ഭാവയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പം ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് മാക്സേസെ അവാർഡാണ്. മാക്സേസെ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1971. വേൾഡ് ഫുഡ് പ്രൈസ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയതല്ല, എസ് സ്വാമിനാഥന് ലഭിച്ചത്. അല്ലാതെ 1968 മാക്സേസെ അവാർഡ് അല്ലെ 68 ഏർപ്പെടുത്തുകയും തൊട്ടടുത്ത വർഷം മുതൽ നമ്മുടെ ഇന്ത്യക്കാരനായ വിനോബ ഭാവയ്ക്കൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നുണ്ട്. എസ് സ്വാമിനാഥന് മാക്സേസെ അവാർഡ് ലഭിച്ച വർഷം 1971. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച വർഷം 87. ഭാരതരത്നം ഇദ്ദേഹത്തിന് മരണാനന്തരം 2024 ലഭിച്ചു. അത് പഠിച്ചു വെച്ചേക്കണം. ഭാരതരത്നം മരണാനന്തരം 2024. പത്മവിഭൂഷൺ 89, പത്മഭൂഷൺ 72, പത്മശ്രീ 67. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ മതി. പത്മശ്രീ കിട്ടുന്നത് 67, അതിന് മുകളിലെ പത്മഭൂഷൺ കിട്ടുന്നത് 72, പത്മവിഭൂഷൺ കിട്ടുന്നത് 89, ഭാരതരത്നം കിട്ടുന്നത് 2024. തുടക്കക്കാരോടൊക്കെ പറയും ഇതൊക്കെ പഠിക്കണോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരും ചോദിക്കുന്നത്. പഠിച്ചേ പറ്റൂ, കാരണം ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് വരും. എസ് സ്വാമിനാഥൻ പത്മശ്രീ ലഭിച്ച വർഷം എന്ന്, പത്മവിഭൂഷൺ. അപ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ട്രെൻഡിങ് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രശസ്ത വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് നോക്കിയിട്ടേ പോകും. കാരണം 4 ഓപ്ഷനിൽ കിടന്ന് 2 എണ്ണം അറിയാം. മറ്റേത് ഇനി പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഇതാണോ ഇതാണോ ഇങ്ങനെ കിടന്ന് അവസാനം എഴുതാതെ തിരിച്ചു വരികയും ചെയ്യും. ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലായി. പക്ഷേ കാരണം ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകും കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് മറ്റൊരു പേരുണ്ടായിരുന്നു. ഹരിത വിപ്ലവം, ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ടായിരുന്നു. എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട ഒരു ഗോതമ്പിനമാണ് ഷർബതി സൊണോറ അല്ലെങ്കിൽ സർബതി സൊണോറ എന്നും പറയാം. പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് എസ് സ്വാമിനാഥൻ അറിയപ്പെടുന്നത് കേട്ടോ. പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാരുടെ നമ്മുടെ എസ് സ്വാമിനാഥനെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അത്രയും മനസ്സിലായല്ലോ. അടുത്ത ഒരു പ്രശസ്ത വ്യക്തിയാണ്, ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യന്, സൽമാൻ റുഷ്ദി. നല്ലൊരു ചോദ്യമല്ലേ. ഈ അടുത്ത കാലത്ത് ഡിഗ്രി ലെവലിൽ ഒരു ക്വസ്റ്റ്യനിലും +2 ലെവലിൽ ഒരു ക്വസ്റ്റ്യനും അദ്ദേഹം താഴെ പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതി ഏത് എന്നും പറഞ്ഞു ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടപ്പോൾ ഇനിയും വരാം ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ഇദ്ദേഹം ജനിച്ചത് നമ്മുടെ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനാണ്. 1947 ജൂൺ 19 മുംബൈ. പക്ഷെ ഇപ്പം ബ്രിട്ടീഷ് പൗരത്വം. അതുകൊണ്ടാണ് ഇന്ത്യൻ വംശജനാണ് സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കൃതി ഗ്രിമസ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കൃതിക്കാണ് അവാർഡ് കിട്ടിയത്, മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇദ്ദേഹത്തിന് അർദ്ധരാത്രിയിലെ കുഞ്ഞുങ്ങൾ. സൽമാൻ റുഷ്ദിയുടെ പ്രധാന കൃതി ഏതാണ്? മിഡ് നൈറ്റ് ചിൽഡ്രൻ. ബുക്കർ സമ്മാനം ലഭിച്ചു. 1971 ബുക്കർ സമ്മാനം ലഭിക്കുന്നു. രണ്ടാമത്തെ ഇന്ത്യൻ വംശജനാണ്. ബുക്കർ സമ്മാനം നേടിയ 2 ഇന്ത്യൻ വംശജരിൽ ആദ്യത്തെ ആള് 1971 VS നായിപ്പോൾ എന്ന് പറയുന്ന ആൾക്ക് ഇന്ത്യൻ വംശജന് ബുക്കർ സമ്മാനം കിട്ടി. 1981 നമ്മുടെ സൽമാൻ റുഷ്ദിക്ക് ഏത് നോവലിന്? മിഡ് നൈറ്റ് ചിൽഡ്രൻ. രണ്ടുപേരും ഇന്ത്യക്കാരല്ല, ഇന്ത്യൻ വംശജനാണ്. സൽമാൻ റുഷ്ദി ഏത് രാജ്യത്താണ് പൗരത്വം ഏറ്റെടുത്തത്? ബ്രിട്ടനിലാണ് പൗരത്വം ഏറ്റെടുത്തത്. ഇന്ത്യക്കാരാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണ് പറയണ്ടേ? 1997 അരുന്ധതി റോയ്, നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ മീനച്ചിലാർ അല്ലെ ഐമനം കേന്ദ്ര കഥാപാത്രമാക്കി മീനച്ചിലാറിന്റെ തീരത്തെ കുറിച്ച് എഴുതിയ നമ്മുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്, ആദ്യമായിട്ട് ബുക്കർ സമ്മാനം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എഴുതിയ അരുന്ധതി റോയ്. കോട്ടയം ഐമനം ഗ്രാമത്തിൽ
സംരംഭത്തെ പശ്ചാത്തലമാക്കി എഴുതിയതാണ് കേട്ടോ. 1997 ബുക്കർ സമ്മാനം കിട്ടുന്നത്. പിന്നെ നമുക്ക് ബുക്കർ സമ്മാനം കിട്ടിയത് കിരൺ ദേശായി എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക് കിട്ടി. കിരൺ ദേശായി ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന കൃതിക്ക് കിരൺ ദേശായിക്ക് കിട്ടി. പിന്നെ അരവിന്ദ അഡിഗയ്ക്ക് കിട്ടിയായിരുന്നു. ദ വൈറ്റ് ടൈഗർ എന്ന കൃതിക്ക് അരവിന്ദ അഡിഗയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ബുക്കർ സമ്മാനം നേടിയ കൃതി ഏതാ? മിഡ് നൈറ്റ് ചിൽഡ്രൻ 1981. ഓക്കെ. മതനിന്ദ ആരോപിച്ച് ഇറാൻ വിലക്ക് ഏർപ്പെടുത്തിയ കൃതിയാണ് സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ IRB പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഈ സാത്താനിക് വേഴ്സസിന്റെ +2 ചാപ്റ്റർ പഠിക്കാൻ കിടപ്പുണ്ടായിരുന്നു. കറക്റ്റ് IRB പരീക്ഷയുടെ പോലീസുകാരുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചേരുംപടി ചേർക്കാൻ ചോദിച്ചായിരുന്നു. അപ്പം നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സാത്താന്റെ വചനങ്ങൾ എന്നായിരുന്നു കിടന്നത്. അപ്പൊ ഈ ഒരു കൃതിക്ക് ഒരു പ്രത്യേകത ഉണ്ടോ? മതനിന്ദ ആരോപിച്ച് ഇറാനിൽ വിലക്കേർപ്പെടുത്തിയ കൃതിയാണ് സാത്താനിക് വേഴ്സസ്. 1988 പുറത്തിറങ്ങിയ കൃതിയാണ്. ഓർത്ത് വെക്കണേ. അപ്പൊ ഏറ്റവും പ്രധാന കൃതി മിഡ് നൈറ്റ് ചിൽഡ്രൻ. ബുക്കർ സമ്മാനം ലഭിച്ചത് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഈ മിഡ് നൈറ്റ് ചിൽഡ്രന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്ന ബുക്കർ സമ്മാനം ലഭിച്ച കൃതികളിൽ ഏറ്റവും നല്ല നോവലിനുള്ള പുരസ്കാരവും ഇതിന് കിട്ടി. ഇത്രയും കാലഘട്ടത്തിലെ നൂറ്റാണ്ടിന്റെ പുസ്തകമായി ബുക്കർ സമ്മാനക്കാരെ ഇറക്കി. ഓരോ വർഷം അവാർഡ് കൊടുക്കുമല്ലോ. അതിൽ ഏറ്റവും ഒരു നൂറ്റാണ്ടിന്റെ പുസ്തകമായിട്ട് ബുക്കർ ഓഫ് ബുക്കേഴ്സ് അവാർഡ് കിട്ടിയത് ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത കഴിഞ്ഞ SI പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. താഴെ പറയുന്നതിൽ നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ കൃതി ഏതെന്ന് ചോദിച്ചു. ലാംഗ്വേജ് ഓഫ് ട്രൂത്ത് ആയിരുന്നു ഓപ്ഷനിൽ കിടന്നത്. അതൊന്ന് പുതിയ കൃതി അതായിരുന്നു. പിന്നെ ഷെയിം, ഷാലിമാർ ദ ക്ലൗൺ, സൺറൈസ് ഓവർ അയോധ്യ, ഹാരൂൺ ആൻഡ് ദി സീ ഓഫ് സ്റ്റോറീസ്, ഗോൾഡൻ ഹൗസ്, നേഷൻഹുഡ് ഇൻ അവർ ടൈംസ്. ഇതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ സൽമാൻ റുഷ്ദിയുടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തത് ആരുടെ പ്രധാന ലഘുരേഖയാണ് വാട്ട് ഈസ് ടു ബി ഡൺ? നല്ലൊരു ക്വസ്റ്റ്യൻ. ആരുടെ പ്രധാന ലഘുരേഖയാണ് വാട്ട് ഈസ് ടു ബി ഡൺ? റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവായ വ്ളാഡിമർ ലെനിനാണ്. നിയമപരമായി മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനും എതിരെ വന്ന ഒരു കൃതിയായിരുന്നു അത്. മാർക്സിസ്റ്റുകാർക്കും സാമ്പത്തികവാദത്തിനുമെതിരെ അവരുടെ വാദത്തിനുമെതിരെ വന്ന ഒരു കൃതിയാണ് വാട്ട് ഈസ് ടു ബി ഡൺ. ആരാ എഴുതിയത്? വ്ളാഡിമർ ലെനിനാണ്. രാഷ്ട്രീയ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. 2 വിഭാഗക്കാരുണ്ട്, ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. 2 വിഭാഗക്കാർ, ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. അതില് ബോൾഷെവിക്കിന്റെ നേതാവ് നമ്മുടെ ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം ഉണ്ടായിരുന്നല്ലോ. മെൻഷെവിക്ക് അലക്സാണ്ടർ കെറൻസ്കിയാണ്. പോട്ടെ, അതിലെ ബോൾഷെവിക്കിന്റെ നേതാവാണ് നമ്മുടെ ലെനിൻ. തെറ്റിപ്പോരുത്. ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു ഒക്ടോബർ വിപ്ലവം എന്നും ബോൾഷെവിക് വിപ്ലവം എന്നും ഏതിനെ അറിയപ്പെടുന്നു? ഈ ലെനിന്റെ അറിയപ്പെടുന്നു. ഏതാണ്? നമ്മുടെ റഷ്യൻ വിപ്ലവത്തെ അറിയപ്പെടുന്നു. ഓക്കെ. അപ്പം ബോൾഷെവിക് പാർട്ടിയുടെ നേതാവാണ് ലെനിൻ എന്ന് പറയുന്നത്. അടുത്ത നബാർഡ് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? അത് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് എഴുതിയതാ, ശിവരാമൻ കമ്മീഷൻ അല്ലെ. നബാർഡ് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷൻ. പൂർണ്ണ രൂപം പറഞ്ഞ നബാർഡിന്റെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് പൂർണ്ണ രൂപം. നിലവിൽ വന്നത് 1982 ജൂലൈ 12 അപ്പൊ നബാർഡ് രൂപീകരിച്ച കമ്മീഷൻ എന്നാണ് 1982 ജൂലൈ 12 ആസ്ഥാനം മുംബൈ ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വായ്പ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ്. ഇത് ഓർത്തു വെക്കണം. ഇങ്ങനെ തന്നെ ചോദിച്ചു. നബാർഡ് നമ്മളൊക്കെ വിചാരിച്ചത് നബാർഡ് വന്ന വർഷമോ നബാർഡിന്റെ ആസ്ഥാനോ അല്ലെങ്കിൽ കമ്മീഷനോ, ഇങ്ങനെയല്ല. നബാർഡ് താഴെ പറയുന്നതിൽ എന്താണ് എന്നും പറഞ്ഞൊരു +2 ലെവൽ ചോദ്യം ഉണ്ടായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി, ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ കിടന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റിസർവ് ബാങ്ക്, ലോക ബാങ്ക് എന്നിവയിൽ നിന്നുള്ള ധനസമാഹരണമാണ് ഇവിടെ നടക്കുന്നത്. ഗ്രാമീണ കാർഷിക വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ്. റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും നബാർഡിന്റെ ഓഹരി മൂലധനം തുല്യമായി വീതിച്ചിരിക്കുന്നു. സംസ്ഥാന സഹകരണ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് എന്നിവയ്ക്ക് പുനർവായ്പ നൽകുന്നു. സ്ഥാപിത മൂലധനം 100 കോടി രൂപയാണ്. നിലവിൽ പ്രവർത്തന മൂലധനം ഇപ്പോൾ 2000 കോടി രൂപയായി. സ്ഥാപിത മൂലധനം 100 കോടി ഉള്ളായിരുന്നു, ഇപ്പൊ 2000 കോടി രൂപയായി. ഓർത്ത് വെച്ചിരിക്കണേ. ഇതിന്റെ ആദ്യ ചെയർമാൻ K. രാമകൃഷ്ണ അയ്യറും നിലവിലിപ്പം KV ഷാജിയുമാണ് കേട്ടോ. നിലവിലെ ചെയർമാൻ KV ഷാജി, ആദ്യ ചെയർമാൻ ആരാ? M. രാമകൃഷ്ണ അയ്യരുമാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിലവിലെ ചെയർമാൻ ഞാൻ ഡീറ്റെയിൽ പിന്നീട് പറയാം. ഇപ്പം ഇവിടാണ് ഈ പരീക്ഷ എടുക്കുന്നതിന് മുമ്പ് വരെ ഇതങ്ങ് വായിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക്
കേരളത്തിലെ പ്രധാനപ്പെട്ട തെയ്യക്കോലങ്ങൾ ഏതെല്ലാം? ഇങ്ങനെ ചോദിച്ചു പരീക്ഷയ്ക്ക് ചോദിച്ചത് നമ്മുടെ ഏതായിരുന്നു, ഈ മണക്കോട്ടമ്മയെ കുറിച്ച് ചോദിച്ചു. ഈ കല എന്ന് പറഞ്ഞൊരു പോർഷൻ ഇല്ലായിരുന്നോ, ആ മണക്കോട്ടമ്മയെ. അതുകൊണ്ട് നമ്മൾ തെയ്യം കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. എല്ലാ ദിവസവും തെയ്യം ആഘോഷിക്കുന്ന അമ്പലം, തെയ്യം നടത്തുന്നത് നമ്മുടെ പരശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. തെയ്യം എന്ന വാക്കിനർത്ഥം ദൈവം എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ തെയ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. കണ്ണൂർ കാസർഗോഡുകാർക്കൊക്കെ നല്ലോണം അറിയായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് തെക്കൻ ഏരിയയിലോട്ട് വന്നപ്പം വലുതായിട്ട് ഈ തെയ്യത്തെ കുറിച്ച് നമുക്ക് അധികം അറിയില്ല. കാരണം ഇങ്ങോട്ടൊന്നും അധിക പ്രചാരമില്ല. വടക്കൻ ഏരിയകളിലാണ് കൂടുതലായിട്ട്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇന്ന തെയ്യം ഏത് എന്ന് ചോദിച്ചു. അപ്പൊ അത് മൊത്തം പഠിച്ചല്ലേ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ടയൊക്കെ പഠിച്ചെങ്കിലും പറ്റും. വിവിധ തരം ഒത്തിരി തെയ്യക്കോലങ്ങളുണ്ട്. പ്രധാനമായിട്ടും തെയ്യക്കോലങ്ങളിൽ ഒക്ടോബർ മുതൽ മെയ് മാസം വരെയാണ് തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ മുത്തപ്പൻ തെയ്യം മാത്രം വർഷം മുഴുവൻ കൊട്ടിയാടണം കേട്ടോ. കൊട്ടിയാടുക എന്ന് പറയുന്നത്. ബാക്കി എല്ലാ തെയ്യക്കോലങ്ങളും ഒക്ടോബർ മുതൽ മെയ് മാസം വരെ, അതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ്. അപ്പൊ മുത്തപ്പൻ തെയ്യത്തിന് എന്താണ് പ്രത്യേകത? വർഷം മുഴുവൻ കൊട്ടിയാടാം. പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തെയ്യം ആചരിക്കാറുണ്ടെന്ന് നമ്മൾ പഠിക്കാറില്ലേ? അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യക്കോലം ഏതാണ്? മുത്തപ്പൻ തെയ്യം. 456 തെയ്യക്കോലങ്ങൾ ഉണ്ടെന്നും ഇതിൽ 112 എണ്ണമാണ് വളരെ പ്രധാനപ്പെട്ടത്. മൊത്തം 112 എണ്ണം 456 തെയ്യക്കോലങ്ങളാണ് നമുക്കുള്ളത്. അതിൽ എത്ര എണ്ണം ഉണ്ട്? പ്രധാനപ്പെട്ടത് 112 എണ്ണമാണ്. വിഷ്ണുമൂർത്തി, ശ്രീ മുത്തപ്പൻ തെയ്യം, വിഷ്ണുമൂർത്തി തെയ്യം ഉണ്ട്, മുത്തപ്പൻ തെയ്യം, ഗുളികൻ, പാടിക്കുറ്റിയമ്മ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എഴുതിയതൊന്ന് പറഞ്ഞിട്ട് മറ്റേണ്ടിട്ട്, മലബാറിലെ തീയ സമുദായക്കാരാണ് നടത്തുന്നത്. യമ എന്ന് വിളിക്കപ്പെടുന്ന മരണത്തിന്റെ ഹിന്ദു ദേവന്റെ പ്രാദേശിക രൂപമായിരുന്നു ഇത്. ഏതാ? നമ്മുടെ മുത്തപ്പൻ തെയ്യം എന്ന് പറയുന്നത് മലബാറിലെ തീയ സമുദായക്കാരാണ് നടത്തുന്നത്. അടുത്ത പെരുങ്കളിയാട്ടം എന്നും പറഞ്ഞു ഒരു പെരുങ്കളിയാട്ടം എന്നൊക്കെ ചില കാവുകളിൽ 12 വർഷമോ അതിലധികമോ വർഷങ്ങളുടെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന ഒരു തെയ്യമാണ് ഏതാണ്? പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്. ഇടവേളകളിൽ നടത്തപ്പെടുന്നത് ഇത്തരം ആഘോഷങ്ങൾ അറിയപ്പെടുന്നത്. 2008 രാമന്തളി മുച്ചിലോട്ട് കാവ്, കാലായിക്കോട് മുച്ചിലോട്ട് കാവ്, മണ്ടൂർ പടിഞ്ഞാറ്റ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പെരുങ്കളിയാട്ടം ആഘോഷിച്ചു. അങ്ങനെയാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്ത നമുക്ക് നോക്കാം, പടമടക്കി ഭഗവതി. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പടമടക്കി ഭഗവതി, ഇതൊക്കെ പ്രധാനപ്പെട്ട തെയ്യങ്ങളുടെ ആചാരങ്ങളാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ. പടമടക്കി ഭഗവതി കണ്ണൂർ ജില്ലയിലെ കോറോത്ത് ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തപ്പെടുന്ന തെയ്യക്കോലമാണ് പടമടക്കി ഭഗവതി. കർണാടകയിൽ നിന്ന് വന്ന അധിനിവേശ സൈന്യം ഭഗവതിയെ സന്ദർശിച്ചപ്പോൾ സൈന്യം നമ്മളെ ആക്രമിക്കാനായിട്ട് ഇവിടെ വന്നു. പക്ഷെ ഭഗവതിയെ സന്ദർശിച്ചപ്പം സൈന്യം അബോധാവസ്ഥയിലായി എന്നൊരു രീതിയുണ്ട്. അതാണ് പ്രധാനമായിട്ടും ആ ഒരു ദേവിയായിട്ട് രൂപം കൊള്ളുന്നത് എന്ന് പറയാം. അതായത് ഒരിക്കൽ കർണാടകയിൽ നിന്നും ഒരു അധിനിവേശ ശക്തിയിൽ നീലേശ്വര രാജാവ് ഭയപ്പെട്ടായിരുന്നു. അതായത് അദ്ദേഹം അനുയായികളെയും കോറോത്ത് നാഗഭഗവതിയെയും കുട്ടിച്ചാത്തന്മാരെയും ഭൈരവരെയും പ്രാർത്ഥിച്ചിരുന്നു. ദേവന്മാർ ഭക്തരുടെ അപേക്ഷകൾ അംഗീകരിച്ച് പടമടക്കി ഭഗവതിയെ അയച്ചു. പടമടക്കി ഭഗവതിയെ ദർശിച്ചപ്പോൾ അക്രമത്തിനെത്തിയ സൈന്യം അബോധാവസ്ഥയിലാവുകയും ദേവി യുദ്ധം ഒഴിവാക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. സംഭവത്തിന്റെ സ്മരണയ്ക്കായിട്ട് വർഷം തോറും പടമടക്കി ഭഗവതി തെയ്യം കൊട്ടിയാടുന്ന വേദിയാണ് കോറോത്ത് ക്ഷേത്രം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ, പടമടക്കി ക്ഷേത്രം. അടുത്തത് നോക്കാം, പാടിക്കുറ്റി അമ്മ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു തെയ്യക്കോലമാണ് പാടിക്കുറ്റി അമ്മ. അതായത് കണ്ണൂർ ജില്ലയിലെ കോടല്ലൂരിലെ പാലപ്രത്ത് ക്ഷേത്രത്തിലാണ് ഈ തെയ്യം അവതരിപ്പിക്കുന്നത്. വർഷങ്ങളോളം മുത്തപ്പനെ പരിപാലിച്ചിരിക്കുന്നതായിട്ടും പറയുന്നു. അതായത് പാടിക്കുറ്റി അമ്മ എന്നാണ് വിശ്വാസം. അവർ വർഷങ്ങളോളം മുത്തപ്പനെ പരിപാലിച്ച് വിശ്വസിച്ചു. മുത്തപ്പൻ ദൈവമായപ്പോൾ അവർക്ക് ദേവീ പദവി ലഭിച്ചു. പ്രസിദ്ധമായ കോടല്ലൂർ പാലപ്രത്ത് ക്ഷേത്രത്തിലാണ് പാടിക്കുറ്റിയമ്മ തെയ്യം കെട്ടിയാടുന്നത്. എല്ലാ വർഷവും മലയാള മാസമായ മീനമാസത്തിൽ മീനമാസത്തിലാണ് പാടിക്കുട്ടിയമ്മ തെയ്യം കൊട്ടിയാടുന്നത്. എല്ലാ വർഷവും മലയാള മാസത്തിലെ മീനമാസത്തിലാണ് പാടിക്കുറ്റിയമ്മ തെയ്യത്തിന്റെ പ്രകടനത്തിന്റെ ഫലമായി പ്രശസ്തി നേടിയ പഴശ്ശിനിക്കടവിനടുത്തുള്ള ഒരു സ്ഥലമാണ് കോടല്ലൂര്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്തതാണ് മണക്കോട്ടമ്മ. അതാണ് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഗ്രേഡ് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഈ സെന്റൻസ് എഴുതിയിട്ട് ചോദിച്ചു. നീലേശ്വരത്തെ മലപ്പച്ചേരി
മലപ്പച്ചേരി വൈരജാതൻ ക്ഷേത്രത്തിൽ തെയ്യം കൊട്ടിയാടുന്നു. ഇങ്ങനെയാണ് ചോദിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ജാതി വ്യവസ്ഥയുടെ കർക്കശമായ നിയമങ്ങളിൽ നിന്നും സ്വയം ഒതുങ്ങി നിന്ന് ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിലൊന്നും ഇടാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിരുന്നു. അവർ വിദ്യാഭ്യാസം നേടി ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ആഗ്രഹിച്ചു. അവരൊരു കുട്ടിയെ വഹിക്കുമ്പോൾ ജാതി നിയമം ലംഘിച്ച് പുറന്തള്ളപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന അണ്ടിപ്പരിപ്പ് പാത്രത്തിൽ വെള്ളം കുടിച്ചു. ഇതിൽ മനംനൊന്ത് കുടുംബനാഥൻ അവളെ കൊന്നു. അണ്ടിപ്പരിപ്പ് പാത്രത്തിലെ സാധാ വെള്ളം കുടിച്ചു. അതിൽ മനംനൊന്ത് അടുത്ത കുടുംബനാഥൻ അവളെ കൊന്നു. ഗർഭിണിയുടെ കൊലപാതകം തറവാട്ടിൽ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ അത് ഇല്ലാതായി. പിന്നീട് ഗ്രാമവാസികൾ മനക്കോട്ടമ്മ എന്ന് വിളിക്കുന്ന ഒരു ദേവതയായി അവതരിപ്പിച്ചത് കൊലപാതകയാണെന്ന നിഗമനത്തിൽ നീലേശ്വരത്തെ മലപ്പച്ചേരി വൈരജാതൻ ക്ഷേത്രത്തിൽ തെയ്യം കൊട്ടിയാടുന്നു. അപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. മണക്കോട്ടമ്മ ഒന്നുകൂടെ പറയട്ടെ. മണക്കോട്ടെ ഒരു ശക്തമായ നായർ തറവാട് നീലേശ്വരം ഗ്രഹം അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ കർക്കശമായ നിയമങ്ങളിൽ നിന്നും സ്വയം ഒതുങ്ങി നിന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവർ വിദ്യാഭ്യാസം നേടി വ്യവസ്ഥകളെല്ലാം വെല്ലുവിളിക്കാൻ ആഗ്രഹിച്ചു. അവർ ഒരു കുട്ടിയെ വഹിക്കുമ്പോൾ ജാതി നിയമം ലംഘിച്ച് പുറന്തള്ളപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന അണ്ടിപ്പരിപ്പ് പാത്രത്തിലെ വെള്ളം കുടിച്ചു. ഇതിൽ മനംനൊന്ത് കുടുംബനാഥൻ അവളെ കൊന്നു. ഗർഭിണിയുടെ കൊലപാതകം തറവാട്ടിൽ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ അത് ഇല്ലാതായി. പിന്നീട് ഗ്രാമവാസികൾ മനക്കോട്ടമ്മ എന്ന് വിളിക്കുന്ന ഒരു ദേവതയായി അവതരിച്ചത് കൊലപാതകയാണെന്ന നിഗമനത്തിൽ എത്തി. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നീലേശ്വരത്തെ മലപ്പച്ചേരി വൈരജാതൻ ക്ഷേത്രത്തിൽ അവളുടെ തെയ്യം കെട്ടിയാടുന്നു. മനസ്സിലാവുമല്ലോ? അത് ഈ വരി തന്നെ ചോദിച്ചിട്ട് ഏത് തെയ്യം എന്ന് ചോദിച്ചു. മണക്കോട്ടമ്മ എന്നായിരുന്നു. ഓർമ്മ വേണം. ഓക്കെ. കതിവന്നൂർ വീരൻ മന്തപ്പൻ എന്ന മഹാനായ പോരാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി കതിവന്നൂർ വീരൻ അവതരിപ്പിക്കുന്നു. കുട്ടിച്ചാത്തൻ ബ്രാഹ്മണ ജാതിയിലുള്ള ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ. ഹൃദയത്തിൽ നിന്നും തുടർച്ചയായി പ്രാർത്ഥനയിലൂടെ ചാത്തനെ സന്തോഷിപ്പിക്കുന്നവർക്ക് കുട്ടിച്ചാത്തൻ ഏത് തരത്തിലുള്ള ആഗ്രഹവും നിറവേറ്റും എന്ന വിശ്വാസം. കരിങ്കുട്ടിച്ചാത്തൻ, പൂക്കുട്ടിച്ചാത്തൻ, തീ കുട്ടിച്ചാത്തൻ എന്നിവ 3 ചാത്തർ ഫേമസ് ആണ്. ഇങ്ങനെയുള്ളതാണ്. എനിക്ക് തെയ്യത്തെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. കണ്ണൂരുകാരും കാസർഗോഡുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കുകയായിരിക്കും. ഇതെന്തോ ഇത്രയേ ഉള്ളൂ, ഒത്തിരി ഉണ്ടല്ലോ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത അല്ലെങ്കിൽ വടക്കനുള്ളവർ പറയുമ്പോൾ ഓരോന്ന് ഒത്തിരി തെയ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അതിൽ 112 തെയ്യങ്ങളാണ് ഫേമസ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള തെയ്യത്തെക്കുറിച്ചാണ്. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട വ്യക്തി ചിലപ്പം കലയുമായി ബന്ധപ്പെട്ട ഒരു പോർഷനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും അടുത്തൊരെണ്ണം കയറി വരാം. അതുകൊണ്ട് തെയ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഒന്ന് പഠിച്ചു വെച്ചേരെ. അതായത് സാറുമാർ നിങ്ങൾക്ക് തരും. പക്ഷെ ഇതിൽ ഈ ചെറിയ അധ്യായം പോലെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ അടുത്ത ഒരു പരീക്ഷയ്ക്ക് വരാം. അതുകൊണ്ട് ആ ക്ഷേത്രങ്ങളും ആ പ്രധാനപ്പെട്ട തെയ്യങ്ങളും ഒന്ന് പഠിക്കുക. പിന്നെ തെയ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. എനിക്ക് വലിയ പിടിയില്ല, എന്നാലും അതൊരു നോട്ടായിട്ട് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് കൊണ്ടു തന്നതാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ ഒരു മാർക്ക് പോയാൽ പോയില്ലേ, അതുകൊണ്ടാണ് അതുണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഇന്ന് ഞാൻ റാങ്ക് മേക്കിംഗ് ആയിട്ട് പറഞ്ഞോളൂ. ഒത്തിരി നേരം എടുക്കുന്നില്ല. ഇന്ന് പറഞ്ഞതെല്ലാം ഒന്ന് റിവിഷൻ നടത്തുക. അടുത്ത നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ വരും. നന്ദി, നമസ്കാരം.